അവിടെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനെ അധികം. അപ്പോൾ ഞാൻ ഗെയിം കളിക്കാറുണ്ട്. ഇതിന് അധികം പ്രഷർ കൊടുത്ത് കളിക്കുന്നില്ല, എന്നാലും കളിക്കാറുണ്ട് നല്ല രീതിയിൽ. എനിക്ക് ഈ വെടിവെക്കുന്ന ഗെയിംസിനോടൊക്കെ നല്ല താല്പര്യം കൂടുതലാണ്. നല്ല താല്പര്യം എന്ന് വെച്ചാൽ പണ്ടേ ചെറുത് തൊട്ട് ഒരു എന്താ പറയണ്ടേ, ചെറിയ ക്ലാസ് പഠിക്കുമ്പം തൊട്ട് ഈ പബ്ജി, ഏത് BGMI ഇല്ലേ, ഇപ്പം BGMI, പണ്ട് പബ്ജി അല്ലേ, പബ്ജി ഞാൻ കളിക്കുമായിരുന്നു. പബ്ജിയിൽ ഞാൻ സ്ക്രീംസ് കളിക്കുമായിരുന്നു. അതും ഒരു 40 FPS ഉള്ള ഫോണിൻ്റെ അകത്ത് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. ചെറിയ ഫോണിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് കളിച്ച് സ്ക്രീംസ് എല്ലാം കളിച്ച് ഒന്ന് സെറ്റപ്പായി വന്നപ്പോഴാണ് ഈ മറ്റേ SRRലെ ഡൂഡിനെ അറിയാം നിങ്ങൾക്ക്? ഇററിൻ്റെ ലൈവ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. എന്നുവെച്ചാൽ ഈ GTA 5 അത് കളിക്കണ്ടെങ്കിൽ PC വേണ്ടി. അപ്പം ഞാനതൊക്കെ വിട്ട്. പക്ഷെ ഇററിൻ്റെ ലൈവ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അങ്ങ് വല്ലാണ്ടങ്ങ് ഇതാടാ. കാരണം നൈസായിരുന്നു ഈ ഇറർ. മറ്റേ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി, പീഡീൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് പീഡിയൊക്കെ അടിച്ചു പൊട്ടിക്കുന്നതൊക്കെ കണ്ടായിരുന്നു. എനിക്ക് കളിക്കണം എന്നായി. ഇറർ വിഷയമാടാ, കാര്യം പറയാം. ഇററിൻ്റെ പണ്ടത്തെ ലൈവ് എന്നൊക്കെ പറഞ്ഞാലേ വിഷയമാണ്. ഇപ്പോഴത്തെ SRR എന്നല്ലായിരുന്നു പണ്ട് RP മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു SRR ഉണ്ടായിരുന്നു. അടിക്കടിയും RP ചെയ്യുന്ന ഒരു SRR ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയാണ്. SRR ഞാൻ മറക്കൂല എത്ര കാലം കഴിഞ്ഞാലത്. എന്നിട്ട് അത് കഴിഞ്ഞ് എനിക്കതൊരു ആക്സിഡൻ്റ് ആയി. ഇപ്പം ആക്സിഡൻറ്റിൻ്റെ എനിക്കൊരു ആക്സിഡൻ്റ് ആയിട്ട് എന്താ പറഞ്ഞിട്ട് കൈക്കൊരു സ്റ്റീലിടേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൈക്കൊരു സ്റ്റീലൊക്കെ ഇട്ട് മൂലക്ക് കിടന്ന് ഒരു കൊല്ലം ഈ ഒരു കൊല്ലം ഞാൻ എന്താ പറയട്ടെ അതിനെ കണ്ടിരിക്കുന്നത്. അപ്പം അത് ഒരു ഇൻഷുറൻസിൻ്റെ തുക കിട്ടിയത് ഒരു 60,000 to 70,000 ആ റേഞ്ച് കിട്ടി. അതിൻ്റെ അത് പകുതി പൈസ വെച്ചിട്ട് ഞാൻ ഒരു PC വാങ്ങിച്ചു, ബാക്കി അടവ്. അതാണിത്. ഓക്കെ, ടോട്ടൽ അന്ന് PCക്കൊക്കെ ഭയങ്കര വില കുറവുണ്ട്. 80 ഉറുപ്പ്യക്ക് നല്ലൊരു സ്പെക്കൊക്കെ ഉള്ള PC. അതാണിത്. അങ്ങനെ PC വാങ്ങിച്ച് ആ സിറ്റി അന്ന് ഗെയിം എങ്ങനെയൊക്കെ ഞാൻ ഒരു 2,000 രൂപ ഒപ്പിച്ച് ഈ ഗെയിം വാങ്ങിച്ച്. എന്നിട്ട് ഈ ഗെയിമിൻ്റെ ഉള്ളിൽ കയറി ഞാൻ നേരെ പോയത് ഇറ്റേണിറ്റി എന്ന് പറഞ്ഞൊരു സെർവറിലാണ്. അവിടെ നിങ്ങൾക്ക് അറിയാമെന്നറിയത്തില്ല, DNC സിനിമാറ്റിക്സിനെ അറിയാമോ നിങ്ങൾക്ക്? DNC അവിടെ ഒരു DNCക്ക് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അവിടെ NBS എന്നിട്ട് നമ്പൂതിരീസ്. അപ്പം ആ ഗ്യാങ്ങിലോട്ട് എന്നെ വിളിച്ചു. ഞാൻ കയറി, ഞാൻ കളിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടൊരു വാറെടുത്തു. സോറി, ഏതോ ഒരു ഗ്യാങ്ങുമായിട്ട്. പിന്നെയാണ് ഒരു ഗ്യാങ് വന്നൊരു പ്ലക്ക് എന്ന് പറഞ്ഞൊരു അടി അടിച്ചായിരുന്നു. എൻ്റെ അമ്മോ, ആ ഗ്യാങ്ങിൻ്റെ അടി കിട്ടിയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതേപോലെ വേറെയും കുറേ ഗ്യാങ് ഉണ്ട്. ആ അടിച്ച ഗ്യാങ്ങിൻ്റെ ഒരു മാസിൻ്റെ അടി അന്ന് ഞാൻ കൊണ്ടത്. അവന്മാർ ഫ്ലോലെസ്, നമ്മളെല്ലാം ചത്ത്. പിന്നെ ഞാൻ CM കയറി. പിന്നെ ഞാൻ ഒരു മാസം കുത്തിരുന്ന് ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് പലതും. ഇപ്പം ഞാൻ ഇവിടെ എത്തി. എന്തൊക്കെ പറഞ്ഞാൽ ഇററിൻ്റെ കേസ് ഞാൻ മറക്കൂല. ഇറർ കാരണം ഞാൻ GTയിൽ എത്തിയത്. അത് ഞാൻ എവിടെ പോയാലും ഞാൻ പറയും.